മുത്തശ്ശിക്കഥകളിലൂടെ കേട്ടറിഞ്ഞ മിത്തുകളുടെ മായാലോകം പ്രേക്ഷകന് സമ്മാനിച്ച് ജിതിൻ ലാലിന്റെ സംവിധാനത്തിൽ ടൊവിനോ തോമസ്, കൃതി ഷെട്ടി, സുരഭി ലക്ഷ്മി തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് 2024 പുറത്തിറങ്ങിയ മലയാളം ആക്ഷൻ ഫാന്റസി ചിത്രമാണ് AR. ചിയോദിക്കാവിലെ നിഗൂഢതകളും ആ നാട്ടുകാർക്ക് മാത്രമറിയുന്ന രഹസ്യങ്ങളും പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുമ്പോൾ വീരൻ കുഞ്ഞിക്കേളുവായും കള്ളൻ മണിയനായും മണിയന്റെ കൊച്ചുമകൻ അജയനുമായി ടൊവിനോ തോമസ് കരിയറിലെ തന്നെ ഗംഭീര പ്രകടനമാണ് കാഴ്ചവച്ചിരിക്കുന്നത്. ചിയോദിക്കാവിലെ 3 തലമുറകളുടെ കഥയാണ് AR അഥവാ അജയന്റെ രണ്ടാം മോഷണം. ആകാശത്തു നിന്ന് പൊട്ടിവീണ ഒരു നക്ഷത്രക്കല്ലും അതുപയോഗിച്ചുണ്ടാക്കിയ ഒരു ക്ഷേത്രവിളക്കുമാണ് ആ നാട്ടിലെ ഐതിഹ്യം. പ്രപഞ്ചശക്തികളാൽ നിർമ്മിക്കപ്പെട്ട ആ വിളക്ക് ദൈവത്തെപ്പോലെയാണ് ആ നാട്ടുകാർ കാണുന്നതും. ആ വിളക്കിന് പിന്നിലെ നിഗൂഢതകളും രഹസ്യങ്ങളുമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. നേരെ വീഡിയോയിലേക്ക് പോകാം. ചിത്രത്തിന്റെ തുടക്കത്തിൽ ഹരിപുരം എന്ന ഗ്രാമത്തിലെ ഒരു തറവാട്ടിലിരുന്ന ഒരു മുത്തശ്ശി തന്റെ കൊച്ചുമകൾ ലക്ഷ്മിക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. ഒരിക്കൽ ആകാശത്ത് നിന്ന് ഒരു നക്ഷത്രക്കല്ല് പൊട്ടി ഹരിപുരത്ത് വീഴുന്നു. അതറിയുന്ന ഇടയ്ക്കൽ കൊട്ടാരത്തിലെ മഹാരാജാവ് അവിടെ എത്തി ആ കല്ല് ശേഖരിച്ച് പ്രത്യേക രസക്കൂട്ടുപയോഗിച്ച് തെക്കുംപാടം കൊല്ലനെ കൊണ്ട് ഒരു നക്ഷത്രവിളക്ക് ഉണ്ടാക്കുന്നു. ഒരുപാട് അത്ഭുത ശക്തികൾ നിറഞ്ഞതായിരുന്നു ആ വിളക്ക്. ആ ശക്തി കൊണ്ട് തന്നെ ആ രാജാവിനും രാജ്യത്തിനും ഒരുപാട് അഭിവൃദ്ധിയും ഉണ്ടാകുന്നു. അങ്ങനെയിരിക്കെ ആ രാജാവിന് ഒരു പ്രശ്നമുണ്ടാകും. വിദേശിയായ ഒരു കച്ചവടക്കാരൻ ആ രാജ്യത്ത് വരികയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇത് ചോദ്യം ചെയ്യാനെത്തുന്ന രാജാവിന്റെ മരുമകനായ മാനവർമ്മയെ കച്ചവടക്കാരൻ പിടിച്ചുകെട്ടും. രാജാവിനും ആ രാജ്യത്ത് ആർക്കും തന്നെ കച്ചവടക്കാരനെ പിടിച്ചുകെട്ടാൻ കഴിയാത്തതുകൊണ്ട് അതിനു പറ്റിയ ആരെയെങ്കിലും ഉണ്ടോ എന്ന് രാജാവും അന്വേഷിക്കുന്നു. അപ്പോഴാണ് ഹരിപുരത്തുള്ള ആയോധനകലകളിൽ ബഹുകേമനായ നീലിയത്ത് കുഞ്ഞിക്കേളുവിനെക്കുറിച്ച് ഒരാൾ രാജാവിനോട് പറയുന്നത്. ടൊവിനോ അവതരിപ്പിക്കുന്ന 1ാമത്തെ കഥാപാത്രമായ കുഞ്ഞിക്കേളു നേരെ വന്ന് കച്ചവടക്കാരനെയും കൂട്ടരെയും അടിച്ച് നിലംപരിശാക്കി രാജാവിന്റെ മരുമകനായ മാനവർമ്മയെ രക്ഷിക്കുന്നു. കുഞ്ഞിക്കേളു കഥ പറയുന്ന മുത്തശ്ശിയുടെ കുടുംബത്തിലെ മുൻ തലമുറക്കാരനായിരുന്നു. തന്റെ അഭിമാനവും മരുമകനെയും രക്ഷിച്ച സന്തോഷത്തിൽ നിനക്കെന്താണ് വേണ്ടതെന്ന് രാജാവ് കുഞ്ഞിക്കേളുവിനോട് ചോദിക്കുമ്പോൾ എനിക്കെന്തെങ്കിലും തരാൻ അങ്ങ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നക്ഷത്രവിളക്ക് തരണമെന്ന് കുഞ്ഞിക്കേളുവും തിരിച്ചു പറയും. അത് കേട്ട് രാജാവ് ആദ്യമൊന്ന് ഞെട്ടുമെങ്കിലും ഒരു ചെറിയ പുഞ്ചിരിയോടെ അദ്ദേഹം കേളുവിന് വിളക്ക് സമ്മാനിക്കുന്നു. വിളക്കുമായി ഹരിപുരത്തെത്തിയ കേളുവിനെ എല്ലാവരും വളരെ സന്തോഷത്തോടെ സ്വീകരിക്കും. അങ്ങനെ ആ നാട്ടിലെ വീരനായി കേളുവും മാറുന്നു. കാരണം ആ നാട്ടിലെ ഓരോരുത്തർക്കും അത്രയ്ക്ക് ആ വിളക്ക് കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു. കൂട്ടത്തിൽ കേളു സ്നേഹിക്കുന്ന പെണ്ണ് ചോദിയും ഉണ്ടായിരുന്നു. താഴ്ന്ന ജാതിക്കാരിയായിരുന്ന ചോദി ആകെ ഒരു തവണ മാത്രമാണ് വിളക്ക് കണ്ടിട്ടുള്ളത്. സമൂഹത്തിലെ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് ആ വിളക്ക് കാണാൻ പോലുമുള്ള സ്വാതന്ത്ര്യവുമില്ലായിരുന്നു. ആ വിളക്ക് സ്വർണമാണോ എന്ന് ചോദിക്കുമ്പോൾ സ്വർണത്തേക്കാൾ അതിന് വിലയുണ്ട് നിന്നെപ്പോലെ എന്നാണ് കുഞ്ഞിക്കേളു ചോദിയോട് പറയുന്നത്. തന്റെ ആഗ്രഹം ഒരു ജാതിഭ്രഷ്ടുമില്ലാതെ എല്ലാവരും വിളക്ക് കണ്ടു തൊഴണമെന്നാണ്. അതുകൊണ്ട് തന്നെ ഹരിപുരത്ത് ആ നക്ഷത്രക്കല്ല് വീണ സ്ഥലത്ത് ഞാനൊരു അമ്പലം പണിത് എല്ലാവർക്കും അമ്പലത്തിൽ പ്രവേശനവും അനുവദിക്കുമെന്നൊക്കെ കേളു ചോദിയോട് പറയുന്നു. അങ്ങനെ കുറച്ചു നാളുകൾക്ക് ശേഷം ആ നാട്ടിൽ വസൂരി പടർന്നു പിടിക്കുന്നു. ചോദിയിൽ നിന്ന് കേളുവും രോഗബാധിതനാകുന്നു. രോഗബാധിതനായി കിടന്നെങ്കിലും കേളു ക്ഷേത്രം പണി പൂർത്തിയാക്കുകയും നക്ഷത്രവിളക്ക് അവിടെ വിഗ്രഹമായി സ്ഥാപിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഉയർന്ന ജാതിയിൽപ്പെട്ട ആരും തന്നെ താഴ്ന്ന ജാതിക്കാർക്ക് ആ ക്ഷേത്രത്തിൽ പ്രവേശിക്കാനോ വിളക്ക് കാണുവാനോ ഉള്ള അനുവാദവും നൽകിയിരുന്നില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം മാനവർമ്മ കേളുവിനെ കാണാനായി എത്തുന്നു. കേളുവിന് നൽകാൻ ഒരു കുറിപ്പടി നൽകി അദ്ദേഹം തിരികെ പോകും. ആ കുറിപ്പടിയിൽ എന്തോ ഒരു വലിയ രഹസ്യമായിരുന്നു. അത് വായിച്ച് ഞെട്ടിപ്പോകുന്ന കേളു അപ്പോൾ തന്നെ ആ കുറിപ്പടി കത്തിച്ചു കളയുന്നു. ശേഷം അദ്ദേഹം മരണത്തിന് കീഴടങ്ങും. ഇതറിയുന്ന ചോദിയും അമ്മയും തമിഴ്നാട്ടിലേക്കോ മറ്റോ നാടുവിടുകയും ചെയ്തതായി മുത്തശ്ശി ലക്ഷ്മിയോട് കഥ പറഞ്ഞവസാനിപ്പിക്കും. നാടുവിടുമ്പോൾ ചോദി ഗർഭിണിയായിരുന്നോ എന്ന ലക്ഷ്മിയുടെ ചോദ്യത്തിന് കൊച്ചുവായിൽ വല്യ വർത്താനം പറയുന്നോ എന്ന് ചോദിച്ച് മുത്തശ്ശി അവളെ വഴക്കു പറയുന്നുണ്ട്. എന്നാൽ അതിലൊന്നും അടങ്ങാതെ ലക്ഷ്മി മുത്തശ്ശിയോട് മണിയന്റെ കഥ പറഞ്ഞു തരാൻ ആവശ്യപ്പെടുന്നു. അപ്പോഴും മുത്തശ്ശി രാത്രി പറയാൻ കൊള്ളുന്നതല്ല കള്ളനായ മണിയന്റെ കഥയെന്നാണ് പറയുന്നത്. കാറ്റിനേക്കാൾ വേഗത്തിൽ പായാൻ കഴിയുന്ന മണിയന്റെ അരയിൽ എപ്പോഴും കിലുങ്ങുന്ന മണികളുണ്ടായിരുന്നു. ഒരു നാട് മുഴുവൻ പിടിക്കാൻ നോക്കിയിട്ടും കഴിയാതെ അങ്ങനെ വിഹരിച്ചു നടന്ന ആളാണ് മണിയൻ. മണിയന്റെ വീരകഥകൾ ആ നാട്ടിലെ കൊച്ചുകുട്ടികൾക്ക് വരെ പാട്ടായിരുന്നു.
അസാമാന്യ മെയ്വഴക്കവും അതോടൊപ്പം തന്നെ മാന്ത്രിക ശക്തി പോലുമുള്ള ആളാണ് മണിയൻ എന്നാണ് കഥകളിലൊക്കെ പറയുന്നത്. ശേഷം മണിയന്റെ കൊച്ചുമകനായ അജയനെയും അവന്റെ കാമുകി ലക്ഷ്മിയെയുമാണ് കാണിക്കുന്നത്. അതായത് മുത്തശ്ശി കഥകൾ പറഞ്ഞു കൊടുത്ത കൊച്ചു പെൺകുട്ടി. മണിയന്റെ കഥകൾ കേട്ട് വളർന്ന മണിയനോട് വല്ലാത്ത ആരാധനയായിരുന്നു ലക്ഷ്മിക്ക്. അജയൻ ഒരു ഇലക്ട്രീഷ്യനായിരുന്നു. അവനൊരു ചെറിയ ഇലക്ട്രോണിക്സ് റിപ്പയറിംഗ് കടയുമുണ്ട്. അതോടൊപ്പം തന്നെ അവനൊരു ഹാം റേഡിയോയുമുണ്ട്. അതിലൂടെ അവൻ ലക്ഷ്മിയോട് സംസാരിക്കുന്നതും ഒരു പതിവായിരുന്നു. മണിയന്റെ മകളാണ് അജയന്റെ അമ്മ. അമ്മയും അജയനും മാത്രമാണ് ഇപ്പോൾ വീട്ടിലുള്ളത്. ആ നാട്ടിൽ എന്ത് ഇലക്ട്രിക് സാധനങ്ങൾ കേടായാലും റിപ്പയർ ചെയ്യാനായി വിളിക്കുന്നതും നമ്മുടെ അജയനെയാണ്. അതുകൊണ്ട് തന്നെ ലക്ഷ്മി ഇടയ്ക്കിടെ വീട്ടിലെ ഫ്യൂസും ലൈറ്റും ഇലക്ട്രിക് സാധനങ്ങളുമൊക്കെ കേടാക്കി അത് ശരിയാക്കാനായി അജയനെ വീട്ടിലേക്ക് വിളിപ്പിക്കാറുമുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ലക്ഷ്മിയുടെ വീട്ടിലെ മോട്ടോർ ശരിയാക്കാനായി അജയൻ എത്തുന്നു. അവനത് ശരിയാക്കി ലക്ഷ്മിയെയും കണ്ടിട്ട് അവിടെ നിന്നും പോകും. എന്നാൽ പിറ്റേന്ന് അജയൻ വീട്ടിൽ ട്യൂഷൻ എടുത്തുകൊണ്ടിരിക്കെ അവിടേക്ക് 2 പോലീസുകാർ വരികയും ഇന്നലെ നീ മോട്ടോർ ശരിയാക്കാൻ പോയ വീട്ടിൽ നിന്ന് മോട്ടോർ കാണാതായിട്ടുണ്ട്. വീട്ടുകാർക്ക് നിന്നെയാണ് സംശയം. നീ സ്റ്റേഷനിലേക്ക് വരണമെന്ന് പോലീസുകാർ അജയനോട് പറയുന്നു. ഞാൻ മോഷ്ടിച്ചിട്ടില്ല സാറേ എന്നൊക്കെ അജയൻ പറയുമെങ്കിലും പോലീസുകാർ പിന്മാറാൻ തയ്യാറാകില്ല. ആ നാട്ടിൽ എന്ത് മോഷണം പോയാലും എല്ലാവരും ആദ്യം സംശയിക്കുന്നത് അജയനെയാണ്. കാരണം അജയന്റെ മുത്തശ്ശനാണല്ലോ മണിയൻ. മണിയനാണെങ്കിലോ ആ നാട്ടിലെ തന്നെ പേര് കേട്ട ഒരു കള്ളനും. അവിടെ ഒരു ഫ്ലാഷ് ബാക്കാണ് കാണിക്കുന്നത്. അജയന്റെ ചെറുപ്പത്തിൽ അജയന്റെ മുത്തശ്ശി, അതായത് മാണിക്യം, മണിയന്റെ ഭാര്യ, അജയനോട് മണിയന്റെ വീരസാഹസിക കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എല്ലാവരും മണിയന്റെ പേരിൽ അജയനെ കള്ളനെന്ന് പറഞ്ഞ് കളിയാക്കുന്നത് അവന് വല്ലാത്ത മാനസിക വിഷമം ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ മുത്തശ്ശന്റെ വീരസാഹസിക കഥകളൊക്കെ പറഞ്ഞ് മാണിക്യം ആവശ്യമില്ലാത്ത പ്രോത്സാഹനം അജയന് നൽകുന്നുണ്ട്. അങ്ങനെയിരിക്കെ ഒരു ദിവസം തന്നെ കള്ളനെന്ന് പറഞ്ഞ് കളിയാക്കുന്ന ചായക്കടക്കാരന്റെ താക്കോലും സ്വർണമാലയുമൊക്കെ കാക്കയെ ഉപയോഗിച്ച് അജയൻ മോഷ്ടിക്കുന്നുണ്ട്. എന്നാൽ ഇതൊന്നും അജയന്റെ അമ്മയ്ക്ക് തീരെ ഇഷ്ടമായിരുന്നില്ല. കാരണം കള്ളന്റെ മകളാണ് അജയന്റെ അമ്മയെന്നും പറഞ്ഞ് തന്റെ ഭാര്യയെയും കുഞ്ഞിനെയും ചെറുപ്പത്തിലെ ഉപേക്ഷിച്ചു പോയ ആളായിരുന്നു അജയന്റെ അച്ഛൻ. അതുകൊണ്ട് തന്നെ നീയും ഒരു കള്ളനായി മാറരുതെന്നൊക്കെ അമ്മ എപ്പോഴും അജയനോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. ശേഷം പ്രസന്റിൽ സുദേവ് എന്ന് പറയുന്ന ഒരാൾ ലക്ഷ്മിയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അയാളുടെ കൂടെ മറ്റൊരാളുമുണ്ട്. ആ നാട്ടിലെ ചിയോദിക്കാവിന്റെ ഒരു ഡോക്യുമെന്ററി എടുക്കാനാണെന്ന് പറഞ്ഞാണ് സുദേവിന്റെ വരവ്. അതുകൊണ്ട് തന്നെ ലക്ഷ്മിയുടെ അച്ഛനായ ചാത്തുണ്ണി നായർ സുദേവിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് കവലയാണ്. പോലീസ് കൊണ്ടുപോയതിന്റെ പേരിൽ ചായക്കടക്കാരനും അവിടെ ഇരിക്കുന്ന ചിലരുമൊക്കെ അജയനെ കളിയാക്കുന്നുണ്ട്. അതിൽ അജയന് നല്ല വിഷമം തോന്നുമെങ്കിലും അവനത് കാര്യമാക്കുന്നില്ല. അപ്പോഴേക്കും ചെറുപ്പത്തിൽ നാട് വിട്ടുപോയ അജയന്റെ ഒരു ഫ്രണ്ട് സുരേഷ് നാട്ടിലേക്ക് തിരികെ വരുന്നുണ്ട്. ചായക്കടക്കാരന്റെ മകനായിരുന്നതുകൊണ്ട് തന്നെ അവനെ കാണുന്ന ഉടനെ പോയി പാത്രം കഴുകാൻ ചായക്കടക്കാരൻ പറയുമെങ്കിലും ഞാൻ നിങ്ങളുടെ പാത്രം കഴുകാനല്ല തിരികെ വന്നത്, ഞാനിവിടെ ഒരു ചായക്കട തുടങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞ് അച്ഛന്റെ തന്നെ കടയുടെ ഓപ്പോസിറ്റ് അവനൊരു ചായക്കട തുടങ്ങാനായി തീരുമാനിക്കും. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും, കടയിൽ വരുന്നവരോട് എങ്ങനെ പെരുമാറണമെന്നൊക്കെ ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് അച്ഛനെ അവൻ വെല്ലുവിളിക്കുകയും ചെയ്യുന്നു. ശേഷം ചിയോദിക്കാവിൽ നടക്കാൻ പോകുന്ന ഉത്സവ ഒരുക്കങ്ങൾ തീരുമാനിക്കാനായി നാട്ടുകാരെല്ലാവരും കൂടി ഒരു മീറ്റിംഗ് കൂടുന്നു. കേളു ക്ഷേത്രമുണ്ടാക്കി നക്ഷത്രവിളക്ക് സ്ഥാപിച്ചിരുന്നെങ്കിലും ഇക്കാലമായിട്ടും താഴ്ന്ന ജാതിയിൽപ്പെട്ട ആർക്കും തന്നെ ആ കാവിൽ കയറാനുള്ള അനുവാദമുണ്ടായിരുന്നില്ല. എങ്കിലും അജയൻ ആ നാട്ടിലെ ഏറ്റവും വലിയ കളരിക്കാരനായിരുന്നു. അവനെ ആ കാര്യത്തിൽ തോൽപ്പിക്കാൻ ആരും തന്നെ ആ നാട്ടിൽ ഉണ്ടായിരുന്നില്ല. കളരിയും മറ്റും ഷൂട്ട് ചെയ്യാനെത്തുന്ന സുദേവനും കൂട്ടർക്കും താഴ്ന്ന ജാതിയിൽപ്പെട്ട അജയന്റെ കളരിയിലെ അഭ്യാസങ്ങൾ കാണുമ്പോൾ നല്ല കുശുമ്പൊക്കെ വരുന്നുണ്ട്. ശരിക്കും ഡോക്യുമെന്ററി എടുക്കുന്നതായിരുന്നില്ല സുദേവിന്റെ ലക്ഷ്യം. പകരം ചിയോദിക്കാവിലെ നക്ഷത്രവിളക്കിന്റെ വാല്യൂ അറിഞ്ഞ് അത് കടത്തുക എന്നതായിരുന്നു സുദേവിന്റെ ലക്ഷ്യം. ശരിക്കും അതിന്റെ മാർക്കറ്റ് വാല്യൂ എത്രയോ വലുതാണെന്ന് സുദേവ് തിരിച്ചറിയുന്നത് തന്നെ വിദേശികൾ അതിനെക്കുറിച്ച് പറയുമ്പോഴാണ്. സുദേവനും ആ തറവാട്ടിലെ തന്നെ ഒരു പിന്മുറക്കാരനായതുകൊണ്ട് തന്നെ തനിക്കും കൂടി അവകാശപ്പെട്ട വിളക്ക് കടത്തുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നാണ് സുദേവൻ പറയുന്നത്. ആ സീൻ കട്ടായി ലക്ഷ്മിയെ കാണാൻ പതിവ് പോലെ അവളുടെ വീട്ടിലേക്ക് എത്തുന്ന അജയനെയാണ് പിന്നെ കാണിക്കുന്നത്. എന്നാൽ ഇതേ സമയം അവളുടെ വീട്ടിൽ ഒരു കള്ളനും കയറിയിട്ടുണ്ടായിരുന്നു. അത് മനസ്സിലാക്കി വീട്ടുകാർ കള്ളനെന്ന് നിലവിളിക്കുന്നതോടെ നാട്ടുകാരും ഇളകുന്നു. കള്ളനും ഓടാൻ തുടങ്ങും. ഇതെല്ലാം കണ്ട് പേടിച്ച് അജയനും അവിടെ നിന്നിറങ്ങി ഓടും. അവൻ ഓടി വന്നിറങ്ങുന്നത് പോലീസുകാരന്റെ മുമ്പിലേക്കാണ്. അസമയത്ത് അജയനെ അവിടെ കാണുന്നതുകൊണ്ട് തന്നെ പോലീസ് അവൻ മോഷ്ടിക്കാൻ ഇറങ്ങിയതാണെന്ന് ആരോപിച്ച് വേഗം തന്നെ സ്റ്റേഷനിലേക്ക് പിടിച്ചുകൊണ്ടുപോകുന്നു. ശേഷം അവനെ നന്നായി ഉപദ്രവിക്കുകയും ചെയ്യുന്നു. മണിയന്റെ കൊച്ചുമകൻ എന്ന ലേബലിലാണ് ഒരു തെറ്റും ചെയ്യാതെ അജയൻ ഈ പേരുദോഷങ്ങളെല്ലാം കേൾക്കുകയും പോലീസിന്റെ ഇടി കൊള്ളേണ്ടി വരികയും ഒക്കെ ചെയ്യുന്നത്. ഇങ്ങനെ സഹികെടുന്ന അജയൻ ചെറിയൊരു മർമ്മവിദ്യ പോലീസുകാരനിട്ട് ചെയ്യുന്നു. അതോടെ പോലീസുകാരൻ ദേ കിടക്കുന്ന താഴെ.
പിറ്റേന്ന് രാവിലെ തന്നെ സ്റ്റേഷനിലെ SI വന്ന പാടെ ചായക്കടക്കാരനും മറ്റു നാട്ടുകാരും അജയനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പരാതിയുമായി SIയുടെ അടുത്തേക്ക് ചെല്ലുമെങ്കിലും തെളിവില്ലാത്തതിനാലും അജയൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് SIക്ക് മനസ്സിലാകുന്നതുകൊണ്ടും SI അജയനെ സ്റ്റേഷനിലേക്ക് ഇനി എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിപ്പിക്കുമെന്ന് പറഞ്ഞ് വെറുതെ വിടുന്നു. അന്ന് രാത്രി അമ്മ അവനോട് ഈ നാട് വിട്ട് എങ്ങോട്ടെങ്കിലും പോകാമെന്ന് പറയുമെങ്കിലും ഇത് എന്റെ നാടാണ്, ഞാൻ എങ്ങോട്ടും പോകില്ല, അങ്ങനെ പോകുവാണെങ്കിൽ ഈ നാട്ടിൽ നിന്ന് രണ്ടാമത് ഒരു മോഷണം കൂടി നടത്തിയിട്ടേ ഞാൻ നാട് വിടുകയുള്ളൂവെന്നും പറയുന്നു. പെട്ടെന്ന് സുരേഷ് അവിടേക്ക് ഓടിവന്ന് ചിയോദിക്കാവിൽ ആരോ കയറിയിട്ടുണ്ട്, നീ വേഗമൊന്ന് വരണമെന്ന് അജയനോട് പറയുന്നു. ശേഷം അജയനും സുരേഷും കൂടി നേരെ ചിയോദിക്കാവിലേക്ക് വരുന്നു. അജയൻ നോക്കുമ്പോൾ ആരോ ഓടിളക്കിയിരിക്കുന്നത് കാണുന്നത് കൊണ്ട് തന്നെ വേഗം അവൻ ടോർച്ചുമായി അമ്പലത്തിന് മുകളിൽ കയറി അകത്തേക്ക് നോക്കുമ്പോൾ അവിടെ നക്ഷത്രവിളക്ക് ഇല്ലായിരുന്നു. ഇത് കേട്ട് സുരേഷ് ഞെട്ടിപ്പോകും. ശേഷം സുരേഷിന്റെ സംസാരത്തിലൊക്കെ എന്തോ പന്തികേട് തോന്നുന്നതുകൊണ്ട് തന്നെ എന്താണ് കാര്യം, നീ എന്തിനാ എന്നെ അമ്പലത്തിലേക്ക് കൊണ്ടുവന്നത് എന്ന് അജയൻ ചോദിക്കും. അതോടെ പിടിക്കപ്പെടുമെന്ന് മനസ്സിലാകുന്ന സുരേഷ് അവിടെ നിന്നും ഓടി രക്ഷപ്പെടാനായി തുടങ്ങും. എന്നാൽ അജയൻ അവനെ ഓടിച്ചിട്ട് പിടിക്കുന്നു. അതോടെ അജയനാണെന്ന പേരിൽ അന്നാട്ടിൽ മോഷണം നടത്തിയിരിക്കുന്നതെല്ലാം സുരേഷായിരുന്നുവെന്നും ലക്ഷ്മിയുടെ വീട്ടിൽ നിന്ന് മോട്ടർ അടിച്ചു മാറ്റിയതും ഞാനാണ്, അത് കണ്ടുപിടിക്കുന്ന സുദേവ് സുരേഷിനെ നാട്ടുകാർക്കിട്ട് കൊടുക്കണ്ടെങ്കിൽ താൻ പറയുന്നത് പോലെ അജയനെ കാവിലേക്ക് എത്തിക്കാൻ പറഞ്ഞതാണെന്നുമൊക്കെ സുരേഷ് അജയനോട് പറയുന്നു. എന്നാൽ നക്ഷത്രവിളക്ക് മോഷ്ടിക്കുക എന്നതായിരുന്നു സുദേവിന്റെ മനസ്സിലിരിപ്പ് എന്നെനിക്ക് അറിയില്ലായിരുന്നു എന്നൊക്കെ സുരേഷ് അജയനോട് പറയുന്നു. അപ്പോഴേക്കും അവിടേക്ക് സുദേവും കൂട്ടരും എത്തുന്നുണ്ട്. മര്യാദയ്ക്ക് വിളക്ക് തരാൻ അജയൻ അവരോട് ആവശ്യപ്പെടുമ്പോൾ വിളക്ക് എന്റെ കയ്യിലുണ്ട്, പക്ഷെ അത് ഒറിജിനലല്ല, ഫേക്കാണ്. ഇത് കേൾക്കുന്ന അജയനും സുരേഷും ഞെട്ടിപ്പോകുന്നു. ശേഷം കാണിക്കുന്നത് ഒരു ഫ്ലാഷ് ബാക്കാണ്. നാട്ടിനെ കള്ളനെന്നറിയപ്പെടുന്ന മണിയനെ എങ്ങനെയും പിടികൂടാനായി അന്നാട്ടിലെ പോലീസ് മണിയന്റെ വീട്ടിലേക്ക് എത്തുന്നു. ഇതിന് നേതൃത്വം നൽകുന്നതോ നമ്മുടെ ലക്ഷ്മിയുടെ മുതുമുത്തച്ഛനും. വീടിന്റെ ഫ്രണ്ടിൽ തന്നെ മണിയന്റെ ഭാര്യ മാണിക്യവും മകളും, അതായത് അജയന്റെ അമ്മയും ഇരിക്കുന്നുണ്ട്. മണിയനെ വീടിനകത്ത് മുഴുവൻ നോക്കുമെങ്കിലും കാണാത്തതുകൊണ്ട് പോലീസ് വന്ന് മാണിക്യത്തിനോട് അവനെവിടെയെന്ന് തിരക്കുന്നു. അവൾ അതിന് ഒന്നും മറുപടി പറയാതെ അകത്തേക്ക് പോകുമ്പോൾ പുറകെ ചെല്ലുന്ന പോലീസ്, നിന്നെ തൊട്ടാൽ മണിയൻ വരുമല്ലോ എന്ന് ചോദിച്ച് മാണിക്യത്തിനെ പോലീസ് ഉപദ്രവിക്കുന്നു. അതോടെ വീട്ടിൽ ഒളിവിലിരിക്കുകയായിരുന്ന മണിയൻ വാതിൽ പൊളിച്ച് പ്രത്യക്ഷപ്പെടുകയും പോലീസുകാരന് കണക്കിന് ഇടി കൊടുക്കുകയും ചെയ്യുന്നു. പോലീസിനെ കൂട്ടിക്കൊണ്ടുവരുന്ന അന്നാട്ടിലെ പ്രമാണിയായിരുന്നു ലക്ഷ്മിയുടെ മുതുമുത്തച്ഛൻ. മണിയൻ ലക്ഷ്മിയുടെ മുതുമുത്തച്ഛനായ പ്രമാണിയെയും നാണം കെടുത്തി അവിടെ നിന്നും പറഞ്ഞുവിടും. ശേഷം അന്ന് രാത്രി മണിയൻ തന്റെ ഭാര്യയെ അവൾക്കുണ്ടായ ദുരനുഭവത്തിന് സമാധാനിപ്പിക്കുന്നു. താഴ്ന്ന ജാതിക്കാരെന്നുള്ള നിലയിൽ ഒരുപാട് അപമാനം മാണിക്യവും കുടുംബവും നേരിടുന്നുണ്ടായിരുന്നു. ഒരിക്കൽ ചിയോദിക്കാവിന് പുറത്തിരുന്ന് തറയിൽ കുഴി കുത്തി അതിലില വെച്ച് കഞ്ഞി കുടിക്കുകയായിരുന്ന മാണിക്യത്തിന്റെ കഞ്ഞിയിൽ മണ്ണുവരെ തട്ടിയിടുന്നുണ്ട് പ്രമാണിമാര്. മാണിക്യത്തിന്റെ മനസ്സിൽ ആ ദേഷ്യവും വിഷമവും ഒക്കെ കിടന്ന് നീറുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്രയും നീചമായ രീതിയിൽ അപമാനിച്ച ആ കാവിലേക്ക് ഞാൻ ഇനി ഇല്ല എന്നും ഒരിക്കലെങ്കിലും നക്ഷത്രവിളക്ക് ദൂരെ നിന്നെങ്കിലും ഒന്ന് കണ്ട് തൊഴണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിരുന്നുള്ളൂ എന്നും മാണിക്യം പറയും. തന്റെ ഭാര്യയ്ക്ക് നേരിട്ട അപമാനത്തിന്റെ പ്രതികാരത്തിൽ മണിയൻ അന്ന് രാത്രി തന്നെ ആ വിളക്ക് മോഷ്ടിക്കുന്നതായി കാണിച്ച് സീൻ കട്ടായി വീണ്ടും പ്രസന്റ് കാണിക്കുന്നു. സുദേവ് പറയുന്ന കഥയാണ് ഇത്ര നേരം ഫ്ലാഷ് ബാക്കായി കാണിച്ചത്. മണിയൻ ഒറിജിനൽ വിളക്ക് മാറ്റി ഫേക്ക് വിളക്ക് സ്ഥാപിച്ചതായി അത് അജയൻ കണ്ടുപിടിച്ച് തരണമെന്നും അജയനോട് സുദേവൻ പറയുന്നു. ഓടിനു മുകളിൽ അജയൻ കയറിയതിന്റെ വീഡിയോയൊക്കെ അവർ ഷൂട്ട് ചെയ്ത് തെളിവായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. ഉത്സവത്തിന് നട തുറക്കുന്നതിന് മുൻപ് ഒറിജിനൽ വിളക്ക് കണ്ടെത്തി നൽകിയില്ലെങ്കിൽ അമ്പലത്തിലിരിക്കുന്ന ഫേക്ക് വിളക്ക് താൻ മാറ്റുമെന്നും അങ്ങനെ വിളക്ക് മോഷ്ടിച്ചത് അജയനാണെന്ന് നാട്ടുകാരോട് പറയുമെന്നും തെളിവായി വീഡിയോ കാണിക്കുമെന്നുമൊക്കെ അജയനെ സുദേവ് ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെ അജയനാകെ ധർമ്മസങ്കടത്തിലാകും. മണിയൻ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ വെച്ച് ഹരിപുരത്തിന്റെ ഒരു മാപ്പൊക്കെ അജയൻ തയ്യാറാക്കും. ഏതായാലും ആ നാട്ടിൽ തന്നെ വിളക്ക് കാണുമെന്നും അജയന് ഉറപ്പായിരുന്നു. പലയിടത്തും വിളക്ക് തപ്പി അജയൻ നടക്കുമെങ്കിലും അത് കണ്ടെത്താൻ അജയന് കഴിയുന്നില്ല. മണിയൻ തീർത്തും അസാമാന്യ കഴിവുകളുള്ള വ്യക്തിയായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ സാധാരണക്കാർ ആരും തന്നെ ചെല്ലാത്ത നരിമാളം എന്നറിയപ്പെടുന്ന ഒരു ഗുഹയിൽ വരെ അജയൻ പോയി നോക്കുന്നു. എന്നാൽ അകത്തേക്ക് പോകെ ഓക്സിജന്റെ ലെവൽ തീരെ കുറയുകയും അജയന്റെ ബോധം പോയി അവൻ താഴെ വീഴുകയും ചെയ്യുന്നു. അല്പം കഴിഞ്ഞ് ബോധം വീണു നോക്കുന്ന അജയൻ കാണുന്നത് തൊട്ടുമുന്നിൽ നിൽക്കുന്ന മണിയനെയാണ്. പെട്ടെന്ന് മണിയന്റെ രൂപം കുറെ മിന്നാമിനുങ്ങുകളായി മാറി അജയന് മുന്നോട്ടുള്ള വഴി കാട്ടിക്കൊടുക്കുന്നു. ഉള്ളിലേക്ക് കടക്കുന്ന അജയൻ കാണുന്നത് ഗുഹയുടെ ഒരു പ്രത്യേക സ്ഥലത്ത് എന്തൊക്കെയോ അടയാളങ്ങളോ രൂപങ്ങളോ ഒക്കെ പാറയിൽ കൊത്തിവെച്ചിരിക്കുന്നതാണ്. വീണ്ടും സീൻ ഫ്ലാഷ് ബാക്കിലേക്ക്. അതേ നരിമാളത്തിലിരിക്കുന്ന കൊല്ലനായ നാണുവിനെയും അവിടേക്ക് മോഷ്ടിച്ച വിളക്കുമായി എത്തുന്ന മണിയനെയുമാണ് ഫ്ലാഷ് ബാക്കിൽ കാണിക്കുന്നത്. നരിമാളത്തിന് മുന്നിലായി ഒരു വലിയ വെള്ളച്ചാട്ടവുമുണ്ട്. മണിയൻ കൊണ്ടുവന്ന വിളക്ക് നോക്കുന്ന നാണു ഞെട്ടലോടെ മണിയനോട് ഇത് ഒറിജിനൽ വിളക്കല്ലെന്നും
ഇത് വ്യാജമായി തയ്യാറാക്കിയ വിളക്കാണെന്നും പറയുന്നു. തന്റെ ഭാര്യയും നാട്ടുകാരും ഇത്രയും നാളും വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഈ വ്യാജ വിളക്കായിരുന്നു എന്ന് അറിയുന്ന മണിയന് ആകെ കലിയിളകുന്നു. രാജാവ് കേളുവിനെ ചതിച്ചതായിരിക്കുമെന്നും ഒറിജിനൽ വിളക്ക് രാജാവിന്റെ കോട്ടയിൽ തന്നെ കാണുമെന്നും മനസ്സിലാക്കുന്ന മണിയനും നാണുവും അത് സ്വന്തമാക്കാനായി ഇറങ്ങിത്തിരിക്കും. രാജാവ് കേളുവിനെ വ്യാജവിളക്ക് കൊടുത്ത് ചതിക്കുകയായിരുന്നുവെന്ന കാര്യമാണ് മാനവർമ്മ പണ്ട് ഓലയിൽ എഴുതി വസൂരി ബാധിച്ചു കിടന്ന കേളുവിനെ അറിയിച്ചത്. ഈ ചതിയുടെ കഥയറിഞ്ഞാണ് അന്ന് കേളു മരണപ്പെട്ടതും. അങ്ങനെ വിളക്ക് സ്വന്തമാക്കാൻ ഇറങ്ങുന്ന മണിയനും നാണുവിനും കോട്ടയിൽ ധാരാളം കെണികൾ, അതായത് പണ്ടുകാലത്ത് നക്ഷത്രവിളക്ക് സംരക്ഷിക്കാൻ നിരവധി സെക്യൂരിറ്റി സിസ്റ്റംസ് രാജാവ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം അഭിമുഖീകരിക്കേണ്ടി വരുന്നെങ്കിലും അതിൽ നിന്നെല്ലാം നാണുവിന്റെ കൂടി സഹായത്തോടെ അതിവിദഗ്ധമായി തന്നെ മണിയൻ രക്ഷപ്പെടുകയും ഒടുവിൽ നക്ഷത്രവിളക്ക് സ്വന്തമാക്കുകയും ചെയ്യുന്നു. ശേഷം കാണിക്കുന്നത് ഗുഹയിൽ നിൽക്കുന്ന അജയനെയാണ്. ഗുഹയ്ക്കുള്ളിലെ പാറയിൽ വരച്ചു വച്ചിരിക്കുന്ന തെളിവിന്റെ അടിസ്ഥാനത്തിൽ അജയന് മനസ്സിലായ കാര്യങ്ങളാണ് ഈ ഫ്ലാഷ് ബാക്കിൽ കാണിച്ചത്. അങ്ങനെ ഗുഹയിൽ നിന്നും അജയൻ പുറത്തേക്ക് വരുമ്പോൾ അവനെയും കാത്ത് സുദേവും കൂട്ടരും ഗുഹയ്ക്ക് പുറത്ത് തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് നിനക്ക് വിളക്ക് കണ്ടുപിടിക്കാനാകുമെന്ന്. അതുണ്ടായില്ലെങ്കിൽ മണിയന്റെ വിധി തന്നെയാകും നിനക്കും ഉണ്ടാകാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് അജയനെ അവര് ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെ ആകെ വിഷമിച്ച് കവലയിൽ ചായ കുടിച്ച് അജയൻ ഇരിക്കുമ്പോൾ കുറച്ച് ചെറുപ്പക്കാര് ലക്ഷ്മിക്ക് ആരുമായോ ബന്ധമുണ്ട്, രാത്രി ഒരു കള്ളൻ അവൾ വീട്ടിലുള്ളപ്പോൾ മാത്രമാണ് അവളെ കാണാൻ വരുന്നതെന്നൊക്കെ സംസാരിക്കുന്നത് അജയൻ കേൾക്കുന്നു. അവളെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നത് കേൾക്കുന്നത് കൊണ്ട് തന്നെ താനും ലക്ഷ്മിയും ഇഷ്ടത്തിലാണെന്നും അവളെക്കുറിച്ച് ഇനി ആരും മോശം പറയേണ്ട, എന്തെങ്കിലും അറിയണമെങ്കിൽ എന്നോട് നേരിട്ട് ചോദിച്ചാൽ മതിയെന്നൊക്കെ ഉത്സവത്തിന് അവിടെ കെട്ടിയിരുന്ന മൈക്ക് സെറ്റിലൂടെ വിളിച്ചു പറയുന്നു. അത് നാട്ടുകാർ മുഴുവനും കേൾക്കും. അതോടൊപ്പം തന്നെ ലക്ഷ്മിയും അവളുടെ അച്ഛനും അത് കേൾക്കുന്നു. അതോടെ അച്ഛന്റെ വക നല്ല രീതിയിലുള്ള ഭീഷണിയും വഴക്കുമൊക്കെ ലക്ഷ്മിക്കും കിട്ടുന്നുണ്ട്. ശേഷം സുരേഷിനെയും കൊണ്ട് സുദേവും കൂട്ടരും അജയന്റെ വീട്ടിലേക്കെത്തും. കാര്യമെന്താണെന്ന് വെച്ചാൽ സുരേഷ് നൈസായിട്ട് സുദേവിന്റെ ക്യാമറ ഒന്ന് അടിച്ചു മാറ്റാൻ നോക്കി. ക്യാമറ നശിപ്പിച്ചാൽ ആ വീഡിയോയും നശിക്കുമെന്നായിരുന്നു സുരേഷിന്റെ ധാരണ. എന്നാൽ ക്യാമറ നശിപ്പിച്ചിട്ട് കാര്യമില്ല, വീഡിയോയുടെ കോപ്പി വേറെയുണ്ട്. അതിനാൽ വെറുതെ ഇങ്ങനെ ഓരോന്ന് ചെയ്ത് ഉള്ള സമയം കളയാതെ വേഗം വിളക്ക് കണ്ടെത്താൻ സുദേവനും കൂട്ടരും അജയനോടും സുരേഷിനോടും പറയുന്നു. ഇവരുടെ ഈ സംഭാഷണം അജയന്റെ വീടിന്റെ അടുത്തു നിന്നായിരുന്നത് കൊണ്ട് തന്നെ ഇതെല്ലാം അജയന്റെ അമ്മയും കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ അജയൻ അമ്മയോട് കാര്യങ്ങളെല്ലാം തുറന്നു പറയും. അച്ഛൻ വിളക്ക് മോഷ്ടിച്ചതുകൊണ്ടാവും നമ്മളും ഈ കഷ്ടകാലമൊക്കെ അനുഭവിക്കുന്നതെന്ന് അമ്മ അജയനോട് പറയുന്നു. ശേഷം വീണ്ടും ഫ്ലാഷ് ബാക്കാണ് കാണിക്കുന്നത്. ഒറിജിനൽ വിളക്കുമായി മണിയൻ നേരെ വരുന്നത് മാണിക്യത്തിന്റെ അടുത്തേക്കാണ്. 2 വിളക്കുകളും കൂടി കാണുന്ന മാണിക്യം ഏത് വിളക്കാണ് ഒറിജിനൽ എന്ന് ചോദിക്കുന്നു. ശേഷം ഒറിജിനൽ വിളക്ക് കാവിൽ വെച്ച് നിങ്ങൾക്കും കേളുവിനെ പോലെ വീരനായിക്കൂടെ എന്ന് മാണിക്യം ചോദിക്കുമ്പോൾ ഇത്രയും നാള് അവര് തൊഴുത ഈ വ്യാജവിളക്ക് തന്നെ നാട്ടുകാര് ഇനിയും കണ്ടു തൊഴുതാൽ മതിയെന്നാണ് മണിയൻ പറയുന്നത്. അങ്ങനെ ഫേക്കായിട്ടുള്ള ആ വിഗ്രഹം കാവിൽ തന്നെ വെക്കാമെന്ന് മണിയൻ തീരുമാനിക്കും. പക്ഷേ ഒറിജിനൽ വിളക്ക് നമ്മൾ എന്തു ചെയ്യുമെന്ന് മാണിക്യം ചോദിക്കുമ്പോൾ അത് മണിയൻ മനസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ശേഷം കാവിൽ വെക്കാനായി ഫേക്കായിട്ടുള്ള ആ വിളക്കുമായി പോകുന്ന വഴിക്കാണ് മണിയനെ നാട്ടുകാർ പിടികൂടുന്നത്. എന്നാൽ നാട്ടുകാരുടെ മുന്നിൽ നിന്നും ഓടി രക്ഷപ്പെട്ടെത്തുന്ന മണിയൻ വന്ന് നിൽക്കുന്നതാകട്ടെ ഒരു വലിയ വെള്ളച്ചാട്ടത്തിന്റെ മുമ്പിലാണ്. പിറകെ നാട്ടുകാരും. എല്ലാവരും ആയുധവും തീപ്പന്തവും ഒക്കെയായിട്ടാണ് വരുന്നത്. രക്ഷപ്പെടാനായി താൻ വിഗ്രഹം വെള്ളച്ചാട്ടത്തിൽ ഉപേക്ഷിക്കുമെന്ന് മണിയൻ ഭീഷണിപ്പെടുത്തുമെങ്കിലും മാണിക്യത്തിന്റെയും മകളുടെയും കയ്യിൽ ആയുധം വെക്കുന്നതോടെ മണിയൻ നിസ്സഹായനാകുന്നു. അതോടെ വിളക്ക് താഴെ വെച്ച് മാണിക്യത്തിനെ നോക്കി ഒരു ചെറിയ ചിരി ചിരിച്ചിട്ട് മണിയൻ ആ വെള്ളച്ചാട്ടത്തിലേക്ക് എടുത്തു ചാടും. അങ്ങനെയാണ് തന്റെ അച്ഛൻ മരിച്ചതെന്ന് അജയന്റെ അമ്മ അജയനോട് പറയുന്നു. ശേഷം മരിക്കുന്നതിന് മുമ്പ് അമ്മമ്മ വിളക്കെവിടെയാണെന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്ന് അജയൻ അമ്മയോട് ചോദിക്കും. അപ്പോൾ പെട്ടിക്കുള്ളിൽ നിന്ന് മാണിക്യം നൽകിയ ഒരു ആമയുടെ ഷേപ്പിലുള്ള ഒരു ശില്പം അമ്മ അജയന് കൊടുക്കുന്നു. അവനതൊന്ന് പ്രസ് ചെയ്യുമ്പോൾ ആമയുടെ കൈയും തലയും ഒക്കെ പുറത്തേക്ക് വരികയും ഒന്നുകൂടി പ്രസ് ചെയ്യുമ്പോൾ പഴയതുപോലെ ആകുകയും ചെയ്യുന്നു. പക്ഷെ അത് വെച്ച് എന്താണ് ചെയ്യേണ്ടതെന്ന് അജയന് മനസ്സിലാകുന്നില്ല. അപ്പോഴേക്കും നാട്ടുകാരിൽ കുറച്ചു പേര് അജയന്റെ വീട്ടിലേക്ക് വരുന്നു. അജയൻ വന്ന് കാര്യം തിരക്കുമ്പോൾ ഉത്സവത്തോടനുബന്ധിച്ച് നടത്താനിരുന്ന കളരി മത്സരത്തിൽ ഹരിപുരത്തെ പ്രതിനിധീകരിച്ച് എപ്പോഴും മത്സരിക്കുന്നത് പ്രകാശനായിരുന്നു. എന്നാൽ അയാൾ വീണ് കാലൊടിഞ്ഞിരിക്കുകയാണ്. നാടിന്റെ മാനം കാക്കാൻ അജയൻ പ്രകാശന് പകരം കളരിയിൽ അംഗത്തിനിറങ്ങണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. എന്നാൽ തനിക്കതിന് താല്പര്യമില്ലെന്ന് അജയൻ പറയുമ്പോൾ അജയന്റെ അമ്മ വന്ന് അവരോട് മത്സരിക്കാൻ അജയൻ തയ്യാറാണെന്ന് പറയുന്നു. ശേഷം അജയനെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് ഇത്രയും നാൾ നമ്മളെ ദ്രോഹിച്ച നാട്ടുകാർ ഒരാവശ്യമായി നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അവസരമാണ്. ഈ അംഗത്തിൽ നീ ജയിച്ചാൽ
ഇത്രനാൾ നമ്മൾ അനുഭവിച്ച പേരുദോഷമെല്ലാം മാറുമെന്നൊക്കെ അമ്മ നിർബന്ധിച്ചു പറയുന്നതുകൊണ്ട് തന്നെ അജയൻ അംഗത്തിന് സമ്മതിക്കുന്നു. എന്നാൽ അതിന് അവനൊരു നിബന്ധനയുമുണ്ടായിരുന്നു. അംഗത്തിനിറങ്ങണമെങ്കിൽ അമ്മയെ കാവിൽ കയറാൻ സമ്മതിക്കണമെന്നായിരുന്നു അജയന്റെ നിബന്ധന. നാട്ടുകാരും അത് സമ്മതിക്കും. അങ്ങനെ ഏതായാലും അംഗത്തിന്റെ ദിവസമെത്തുന്നു. നല്ല രീതിയിൽ തന്നെ അജയൻ മത്സരത്തിൽ പങ്കെടുക്കുന്നുവെങ്കിലും മത്സരത്തിനിടയിൽ അവിടേക്ക് വരുന്ന സുദേവ് മറ്റാർക്കും മനസ്സിലാകാൻ കഴിയാത്ത തരത്തിൽ അജയനെ ഭീഷണിപ്പെടുത്തുന്നു. അതോടെ അജയൻ അംഗത്തിൽ മനഃപൂർവ്വം തോറ്റുകൊടുക്കുന്നു. മത്സരം കാണാനെത്തിയ ലക്ഷ്മിയും അമ്മയുമെല്ലാം അത് കണ്ട് നിരാശരാകും. ശേഷം സുരേഷിനൊപ്പം അജയൻ ആമത്തുരത്തിൽ പോയി നിലവിളക്ക് അന്വേഷിക്കുമെങ്കിലും നിരാശയായിരുന്നു ഫലം. എല്ലാ തരത്തിലും വിളക്ക് കണ്ടുപിടിക്കാനാകാത്തതോടെ സുരേഷ് വന്ന് നീ ലക്ഷ്മിയെയും അമ്മയും കൂട്ടി എവിടെയെങ്കിലും പോകാനൊക്കെ പറയുന്നു. അങ്ങനെ പുഴയുടെ അടുത്തേക്ക് വരുന്ന അജയൻ തന്റെ കയ്യിലിരിക്കുന്ന ആമയുടെ ശില്പം പുഴയിലേക്ക് എറിഞ്ഞിട്ട് ലക്ഷ്മിയെ കാണാനായി അവളുടെ വീട്ടിലേക്ക് പോകുന്നു. എന്നാൽ അത് മുൻകൂട്ടി മനസ്സിലാക്കിയിരുന്ന ലക്ഷ്മിയുടെ അച്ഛൻ അവളെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. തന്നെയുമല്ല, അജയൻ ലക്ഷ്മിയുടെ മുറിയിലേക്ക് കടക്കുന്നതും ലക്ഷ്മിയുടെ അച്ഛനും കൂട്ടരും അജയനെ മുറിയിലാക്കി കതകടയ്ക്കുകയും ചെയ്യുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ ഭയന്നു പോകുന്ന അജയനെ കള്ളൻമണിയന്റെ പിന്മുറക്കാരനായ നീ രാത്രി വീട്ടിൽ മോഷ്ടിക്കാൻ കയറിയതാണെന്ന് കയ്യോടെ നിന്നെ പിടിച്ച് നാട്ടുകാരെ കാണിക്കുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ട് ലക്ഷ്മിയുടെ അച്ഛൻ അവിടെ നിന്ന് പോകും. കുറച്ചു കഴിയുമ്പോൾ ലക്ഷ്മിയുടെ അച്ഛന്റെ കാര്യസ്ഥൻ വന്ന് അജയനെ അവിടെ നിന്നും തുറന്നുവിടും. എന്നാൽ അജയനെ കൊല്ലാൻ വേണ്ടി അംഗത്തിന് വന്നയാൾക്ക് ലക്ഷ്മിയുടെ അച്ഛൻ പൈസയൊക്കെ കൊടുക്കുന്നുണ്ട്. അവരുടെ മുന്നിലേക്കാണ് രക്ഷപ്പെട്ടോടുന്ന അജയൻ വന്ന് വീഴുന്നത്. അങ്കത്തട്ടിൽ വെച്ച് കൊടുക്കാൻ കഴിയാതിരുന്നതൊക്കെ അജയൻ അയാൾക്ക് വളരെ ഈസിയായി കൊടുക്കുകയും അയാളെ തോൽപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോഴേക്കും നാട്ടുകാരും പോലീസും ഒക്കെ ഇളകിയിരുന്നു. അജയനെ പിടിക്കാനായി അവര് വാളും പന്തവുമായി ഒക്കെ ഓടി വരുന്നത് കണ്ട് അജയനും അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നു. മണിയനെ പിടിക്കാനായി പണ്ട് വന്നതുപോലെ ഇപ്പോൾ അജയനെയും വകവരുത്തുക എന്നതാണ് നാട്ടുകാരുടെ ലക്ഷ്യം. രക്ഷപ്പെട്ടോടുന്ന അജയൻ മണിയനെ പോലെ ഓടി വരുന്നത് പഴയ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്കാണ്. രക്ഷപ്പെടാനായി അജയൻ തന്നിൽ കഴിയുന്ന രീതിയിലൊക്കെ ചേർത്ത് നിൽക്കുമെങ്കിലും എല്ലാവരും അവനെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ക്രൂരമായി ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്നു. ദൂരെ നിന്നും എറിയുന്ന കത്തി അവന്റെ ശരീരത്തിൽ കൊള്ളുകയും അതിന്റെ ആ ഒരു ഊക്കിൽ അജയൻ താഴെ വെള്ളച്ചാട്ടത്തിലേക്ക് വീഴുകയും ചെയ്യുന്നു. നിസ്സഹായയായി അമ്മയും സുരേഷുമെല്ലാം ഇത് നോക്കി നിൽക്കുന്നുണ്ട്. എന്നാൽ വെള്ളച്ചാട്ടത്തിലേക്ക് വീണുപോകുന്ന അജയനെ ഒരു രൂപം, അതായത് മണിയന്റേതെന്ന് തോന്നുന്ന ഒരു രൂപം വന്ന് കരയിലേക്ക് അടുപ്പിക്കുന്നു. നിനക്കെന്തെങ്കിലും ആപത്ത് സംഭവിക്കുമ്പോഴൊക്കെ അച്ഛൻ നിന്നെ വന്ന് രക്ഷിക്കുമെന്ന് എപ്പോഴും മാണിക്യം അജയനോട് പറയുമായിരുന്നു. ബോധം വന്ന് നോക്കുന്ന അജയൻ തന്റെ ശരീരത്തിൽ കുത്തിയിറങ്ങിയിരിക്കുന്ന അരിവാളൂരി ദൂരെ പുഴയിലേക്ക് വലിച്ചെറിയുമെങ്കിലും അത് തിരിച്ചു വന്ന് അവന്റെ അടുത്ത് തന്നെ വീഴുന്നു. ഇത് കണ്ട് പേടിച്ചു പോകുന്ന അവൻ വീണ്ടും ആ അരിവാൾ ഒരു തവണ കൂടി എറിഞ്ഞു നോക്കുമ്പോൾ അരിവാൾ ആ പുഴയുടെ ഒരു പ്രത്യേക സ്ഥലത്ത് എയറിൽ അങ്ങനെ നിൽക്കുകയും കുറച്ചു കഴിഞ്ഞ് എറിഞ്ഞ അജയന്റെ അടുത്തേക്ക് തന്നെ വരികയും ചെയ്യുന്നു. ഇത് കണ്ട് അജയൻ ശരിക്കും ഞെട്ടും. അരിവാൾ തിരികെ വന്ന് വീഴുന്ന അതേ സ്ഥലത്ത് അജയൻ നേരത്തെ എറിഞ്ഞു കളഞ്ഞ ആമശില്പവും കിടക്കുന്നുണ്ടായിരുന്നു. അതോടെ വെള്ളത്തിനടിയിൽ എന്തോ ശക്തിയുള്ളതായി അജയന് മനസ്സിലാകുന്നു. അപ്പോഴാണ് അജയൻ തന്റെ മുത്തശ്ശിയെക്കുറിച്ച് ആലോചിക്കുന്നത്. അമ്മൂമ്മ കാവിൽ പോയി തൊഴുന്നതിന് പകരം എപ്പോഴും ഇവിടെ വന്ന് തൊഴുന്നത് അവൻ കാണാറുണ്ടായിരുന്നു. അമ്മമ്മ എന്താ കാവിൽ പോയി തൊഴാത്തത് എന്ന് അജയൻ ചോദിക്കുമ്പോഴൊക്കെ ഭഗവാൻ കല്ലിലും വെള്ളത്തിലുമുണ്ടെന്നാണ് മാണിക്യം പറയുന്നത്. അതോടെ അവിടെ തന്നെയാവും വിളക്കുള്ളതെന്ന് മനസ്സിലാക്കുന്ന അജയൻ വെള്ളത്തിനടിയിൽ ചെന്ന് നോക്കുന്നു. നദിയുടെ അടിയിലായി ഒരു പ്രത്യേക പാറയിൽ ഒരു പൂട്ടുപോലെ കാണുന്നു. അവനത് എത്ര ശ്രമിച്ചിട്ടും തുറക്കാൻ നോക്കുന്നുവെങ്കിലും കഴിയുന്നില്ല. പെട്ടെന്ന് അവന്റെ അടുത്തൂടെ ഒരു ആമ പോകുന്നത് കാണുമ്പോഴാണ് നദിക്കരയിൽ കിടക്കുന്ന ആമശില്പത്തിന്റെ കാര്യം അജയൻ ഓർക്കുന്നത്. അജയൻ വേഗം പോയി അതെടുത്തുകൊണ്ടുവന്ന് പാറയിലെ ആ ലോക്ക് പോലെ കാണുന്ന സ്ഥലത്ത് വെക്കുന്നു. ശേഷം അതിനു മുകളിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് ആ പാറ ഒരു വാതിൽ പോലെ തുറക്കപ്പെടും. ആ വാതിൽ പണിപ്പെട്ട് എടുത്തുമാറ്റുന്ന അജയൻ കാണുന്നത് ഒറിജിനൽ നക്ഷത്രവിളക്കായിരുന്നു. ആ വിളക്ക് കയ്യിലെടുക്കുന്നതോടെ അജയന്റെ ശരീരത്തിലുണ്ടായിരുന്ന വെട്ടേറ്റ മുറിവുകളെല്ലാം തന്നെ ഇല്ലാതാകുന്നു. അങ്ങനെ സന്തോഷത്തോടെ വിളക്കുമായി കരയിലേക്ക് വരുന്ന അജയനെ കാത്ത് അവിടെ സുദേവനും കൂട്ടരുമുണ്ടായിരുന്നു. അജയനുമായി സുദേവ് ഫൈറ്റ് ചെയ്യുമെങ്കിലും അജയൻ സുദേവനെയും കൂട്ടരെയും അടിച്ചിട്ടിട്ട് ആ വിളക്കുമായി അവിടെ നിന്നും രക്ഷപ്പെടും. ഈ സമയം തൊഴുകൈയോടെ എല്ലാവരും തുറന്ന നടയ്ക്ക് മുന്നിൽ പ്രാർത്ഥിച്ചു നിൽക്കുകയായിരുന്നു. എന്നാൽ അവിടേക്ക് വരുന്ന SI എല്ലാവരോടുമായി ചിലത് പറയുന്നുണ്ട്. നിങ്ങളെല്ലാവരും കൂടെ ഇന്നലെ കൊല്ലാൻ നോക്കിയ ചെറുപ്പക്കാരൻ കാരണം ഇന്നലെ രാത്രി ഒരുപാട് അത്ഭുതങ്ങൾ നടന്നു. അങ്ങനെ പറയുമ്പോഴേക്കും ഒറിജിനൽ വിളക്കുമേന്തി അജയന്റെ അമ്മ അവിടേക്ക് നടന്നു വരുന്നുണ്ട്. ശേഷം നടന്ന കാര്യങ്ങളെല്ലാം SI എല്ലാവരോടുമായി പറയുന്നു. അജയന്റെ പേരിൽ ഇത്രനാളും മോഷണം നടത്തിയത് സുരേഷാണെന്ന് അപ്പോഴാണ് നാട്ടുകാരെല്ലാം അറിയുന്നത്. അജയന്റെ വക ഒരു കത്തും ലക്ഷ്മിയുടെ അച്ഛനായി ഉണ്ടായിരുന്നു. ഇത്രനാളും ചെയ്യാത്ത തെറ്റിന് ഞാൻ കള്ളനെന്ന പേര് കേട്ടു. ലക്ഷ്മിയുടെ അച്ഛനോട് പറഞ്ഞിട്ട് ഒരു മോഷണം നടത്താൻ പോവുകയാണെന്നായിരുന്നു കത്തിലെ സാരം. ശേഷം ലക്ഷ്മി പോകുകയായിരുന്ന കാറിന് പിന്നാലെ പോകുന്ന അജയനെയാണ് കാണിക്കുന്നത്.
അങ്ങനെ ലക്ഷ്മിയെയും കൂട്ടി അജയൻ ആ നാട് വിടുകയാണ്. അങ്ങനെ യഥാർത്ഥ വിളക്ക് ചിയോദിക്കാവിൽ സ്ഥാപിക്കപ്പെട്ടതായും വിദൂരതയിൽ അത് നോക്കി നിൽക്കുന്ന മണിയനെയും കാണിച്ചുകൊണ്ടാണ് ചിത്രം അവസാനിക്കുന്നത്.